തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാത്തിരിപ്പുകൾക്ക് വിരാമം. ഫിഫ ലോകകപ്പിന് തീപ്പൊരിത്തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ സഹാതിഥേയരായ മെക്സിക്കോയുടെ കരുത്തിനു മുന്നിൽ തകർന്നടിഞ്ഞ് ദക്ഷിണാഫ്രിക്ക. ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. ശിവഗിരിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ പിന്തുണ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. തൃശൂർ കേച്ചേരിയിൽ ലോറിയും പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടം. പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. 7 പേർക്ക് പരിക്ക്. കുന്നംകുളം ചൂണ്ടൽ വെട്ടുകാട് ആശാരിപ്പടിയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി ശുഭാനന്ദ സ്വാമി, ട്രഷറർ ശാരദാനന്ദ സ്വാമി എന്നിവരുമായി ചർച്ച നടത്തി. ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി ശുഭാനന്ദ സ്വാമി, ട്രഷറർ ശാരദാനന്ദ സ്വാമി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തി. ശിവഗിരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും ആവശ്യങ്ങളും സ്വാമിമാർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ശിവഗിരിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഗുരു സ്വപ്നം കണ്ട കേരളമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. ശ്രീനാരായണ ഗുരുദേവ ദർശനം പോലെ എല്ലാവരും സഹോദരന്മാരെ പോലെ കഴിയുന്ന മാതൃകാപരമായ ഒരു സംസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതാണ് സർക്കാരിന്റെയും കാഴ്ചപ്പാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശിവഗിരിയുടെ സമഗ്ര വികസനത്തിനായി 3 പ്രധാന നിവേദനങ്ങളും ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചു. ഏറെക്കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ശിവഗിരി ടണൽ നവീകരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. കൂടാതെ 6 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കുമായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തൃശൂർ കേച്ചേരിയിൽ ലോറിയും പിക്കപ്പും കൂട്ടിയിടിച്ച് വൻ അപകടം. പട്ടാമ്പി സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. ആനക്കര തെക്കൂട്ട് വീട്ടിൽ വിപിനാണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ കേച്ചേരിയിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചെങ്കിലും വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ച് ഉള്ളിൽ കുടുങ്ങിക്കിടുന്നവരെ പുറത്തെടുത്തു. പരിക്കേറ്റവരെ ഉടൻ തന്നെ തൃശൂരിലെയും കുന്നംകുളത്തെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു. 15ഓളം പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ചൂണ്ടൽ വെട്ടുകാട് ആശാരിപ്പടിയിലാണ് അപകടം നടന്നത്. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്നു രാവിലെ 9 മണിയോടെ കുന്നംകുളം ചൂണ്ടൽ വെട്ടുകാട് ആശാരിപ്പടിയിലാണ് അപകടം നടന്നത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ കേച്ചേരിയിൽ മറ്റൊരു അപകടം നടന്നതിനെ തുടർന്ന് റോഡിൽ കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വെട്ടുകാട് ആശാരിപ്പടി വഴി ചൂണ്ടലിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിൽ ആശാരിപ്പടിയിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. അപകടത്തിൽ 15ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം തകർന്ന നിലയിലാണ്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി ലോകകപ്പ് വാർത്തകളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. കാത്തിരിപ്പുകൾക്ക് വിരാമം. 2026 ഫിഫ ലോകകപ്പിന് തീപ്പൊരിത്തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ സഹാതിഥേയരായ മെക്സിക്കോയുടെ കരുത്തിനു മുന്നിൽ തകർന്നു തരിപ്പണമായി ദക്ഷിണാഫ്രിക്ക. കാത്തിരിപ്പുകൾക്ക് വിരാമം. 2026 ഫിഫ ലോകകപ്പിന് അക്ഷരാർത്ഥത്തിൽ ഒരു തീപ്പൊരി തുടക്കം. കളി തുടങ്ങി. അപ്പോഴേക്കും ആവേശം കൊടുമുടിയിൽ. ഉദ്ഘാടന മത്സരത്തിന് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ കരുത്തിനു മുന്നിൽ ദക്ഷിണാഫ്രിക്ക തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. വെറുമൊരു വിജയമല്ല, ആവേശവും നാടകീയതയും ഒപ്പം ചുവപ്പ് കാർഡുകളുടെ ഒരു പെരുമഴയും കണ്ട പോരാട്ടം. മത്സരത്തിന്റെ ആദ്യ വിസിൽ മുഴങ്ങിയത് മുതൽ മെക്സിക്കോ ആക്രമിച്ചു കയറുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധത്തിന് ശ്വാസം വിടാൻ പോലും മെക്സിക്കൻ പട അവസരം നൽകിയില്ല. കളി തുടങ്ങി 9ാം മിനിറ്റിൽ തന്നെ ആദ്യ വെടിപൊട്ടി. ദക്ഷിണാഫ്രിക്കൻ താരം സിത്തോളെ വരുത്തിയ ഒരു മാരക പിഴവ്. പന്ത് നേരെ കിനോനസിന്റെ കാലുകളിലേക്ക്. ഇടതുവിങ്ങിലൂടെ കാറ്റിലിരമ്പി വന്ന ആ അതിവേഗ മുന്നേറ്റം ബോക്സിനുള്ളിലേക്ക്. ഷോട്ട്.
ഗോൾ 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ മെക്സിക്കോയുടെ കിനോനസ് സ്വന്തം പേരിൽ കുറിച്ചു. ആദ്യ പകുതിയിൽ മെക്സിക്കോയുടെ വൺ മാൻ ഷോ ആയിരുന്നു. കിനോനസിന്റെ മറ്റൊരു തകർപ്പൻ ഷോട്ട് പോസ്റ്റിലിടിച്ച് മടങ്ങിയത് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയെ കൂടുതൽ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. എന്നാൽ യഥാർത്ഥ ത്രില്ലർ തുടങ്ങിയത് രണ്ടാം പകുതിയിലാണ്. രണ്ടാം പകുതി തുടങ്ങി വെറും 35 സെക്കൻഡിൽ മെക്സിക്കോ വീണ്ടും ഗോളിനടുത്തെത്തി. പിന്നാലെ ആരും പ്രതീക്ഷിക്കാത്ത ആ നാടകീയ നിമിഷം 48-ാം മിനിറ്റിൽ ഗോൾ ലക്ഷ്യമാക്കി കുതിച്ച മെക്സിക്കൻ താരം സ്വാനയെ അവസാന പ്രതിരോധക്കാരനായ സിത്തോളെ ഫൗൾ ചെയ്തു വിട്ടുന്നു. റഫറി ഒട്ടും മടിച്ചില്ല, നേരിട്ട് ചുവപ്പ് കാർഡ്. സിത്തോളെ പുറത്തേക്ക്. ദക്ഷിണാഫ്രിക്ക 10 പേരായി ചുരുങ്ങി. സംഖ്യാബലത്തിലെ ഈ മുൻതൂക്കം മെക്സിക്കോ കൃത്യമായി മുതലാക്കി. 67-ാം മിനിറ്റിൽ അൽവാരാഡോയുടെ ഒരു കിടിലൻ ക്രോസ്, ബോക്സിൽ ഉയർന്നു ചാടിയ റൗൾ ഹിമിനസിന്റെ ഒരു ബുള്ളറ്റ് ഹൈഡർ, പന്ത് നേരെ വലയിൽ. ലോകകപ്പ് വേദിയിൽ ഹിമിനസിന്റെ ആദ്യ ഗോൾ. സ്കോർ മെക്സിക്കോ 2, ദക്ഷിണാഫ്രിക്ക 0. രണ്ട് ഗോളിന് പിന്നിലായെങ്കിലും ദക്ഷിണാഫ്രിക്ക തിരിച്ചടിക്കാൻ നോക്കി. പക്ഷെ വിധി അവർക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല. കളി തീരാൻ 6 മിനിറ്റ് ബാക്കി നിൽക്കെ മെക്സിക്കൻ താരം അൽവാരാഡോയുടെ മുഖത്തടിച്ചതിന് സ്വാനയ്ക്കും കിട്ടി നേരിട്ട് ചുവപ്പ് കാർഡ്. ഇതോടെ ദക്ഷിണാഫ്രിക്കൻ നിരയിൽ അവശേഷിച്ചത് വെറും 9 പേർ. കഥ അവിടെയും തീർന്നില്ല. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു അവസരം നിഷേധിച്ചതിന് മെക്സിക്കൻ താരം മൊണ്ടസനും കിട്ടി ചുവപ്പ് കാർഡ്. അങ്ങനെ 10 പേരുമായി മെക്സിക്കോയും 9 പേരുമായി ദക്ഷിണാഫ്രിക്കയും മത്സരം അവസാനിപ്പിച്ചു. എന്തൊരു ക്ലൈമാക്സ്! ആക്രമണത്തിലും പ്രതിരോധത്തിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും മെക്സിക്കോയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു ഗ്രൗണ്ടിൽ. അടുത്ത മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയയെ നേരിടുമ്പോൾ ആദ്യ തോൽവിയുടെ ആഘാതത്തിൽ തകർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ചെക്കിക്കെതിരെയുള്ള മത്സരം ജീവൻ മരണ പോരാട്ടമാകും. കൂടുതൽ ലോകകപ്പ് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. സ്റ്റേ ട്യൂൺ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.